ഹായ് വെൽക്കം ടു ഷാൻസ് യാൺ ആർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6 to 12 months ബേബി സോക്സ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ സോക്സ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സോക്സ് ആണ് കേട്ടോ. 3 സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ള ബേസിക് സ്റ്റിച്ചായ ഹാഫ് ഡബിൾ ക്രൂഷ്യ യൂസ് ചെയ്തിട്ടാണ് ഈ സോക്സ് ചെയ്തിട്ടുള്ളത്. സോക്സിന്റെ അപ്പർ പാർട്ട് ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രൂഷ്യ ആൻഡ് ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രൂഷ്യ യൂസ് ചെയ്തും ബോഡി പാർട്ട് ഹാഫ് ഡബിൾ ക്രൂഷ്യ മാത്രം യൂസ് ചെയ്തുമാണ് ഈ സോക്സ് ചെയ്തിരിക്കുന്നത്. സോക്സ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പൊ നമുക്കിനി സോക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. ബേബി സോക്സ് ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് യാണാണ്. ഞാൻ 4 പ്ലൈ യാണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഹുക്കാണ്. ഞാൻ 3.5 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റിന് ടേപ്പ് വേണം, ടേപ്പ്, സിസർ, പിന്നെ യാൺ നീഡിൽ. യാൺ സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് യാൺ നീഡിൽ. അപ്പോൾ സോക്സ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് യാൺ എടുക്കുക. ഇത് ടെയിൽ സൈഡ്, ഇത് വർക്കിംഗ് സൈഡ്. ആദ്യം നമുക്ക് മാജിക് റിംഗ് ആണ് ഇടേണ്ടത്. മാജിക് റിംഗ് ഇടാനായിട്ട് ഇതാണ് മാജിക് റിംഗ്. ഈ മാജിക് റിങ്ങിനുള്ളിൽ നമുക്കിനി 15 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഈ മാജിക് റിങ്ങിനുള്ളിൽ 15 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഈ ഹുക്കിനെ വീണ്ടും ഈ റിങ്ങിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് യാണിൻ്റെ മുകളിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോയി യാണിനെ വലിച്ച് റിങ്ങിനുള്ളിൽ കൂടി വലിച്ചെടുത്ത് ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. 1 2 3 3 ലൂപ്സ് ഉണ്ട്. വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും വലിച്ച് പുറത്തെടുക്കണം. ഇതാണ് ഹാഫ് ഡബിൾ ക്രൂഷ്യ. 1 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആയി. ഇനി 15 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഇനി 14 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യാം. 1, ഇനി അടുത്ത് 2, ബേസിക് സ്റ്റിച്ചസ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ 15 ഡബിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ടെയിൽ യാണിനെ പിടിച്ച് വലിക്കണം. ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് മാക്സിമം ടെയിൽ യാണിനെ പിടിച്ച് വലിക്കണം ക്ലോസ് ചെയ്യാനായിട്ട്. വലിച്ചിട്ട് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. റൗണ്ടിനെ ക്ലോസ് ചെയ്തിട്ട് ഈ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട്, ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. ചെയിൻ 2 ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ
നമ്മുടെ ഈ 15 ചെയിനിലും ഈ ഓരോരോ ചെയിനിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഈ 2 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഈ 2 ചെയിന് ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കൺസിഡർ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു തവണ ഇടുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഹോൾ വന്നതുപോലെ ഒരു ഇവിടെ ഉണ്ടോ ഗ്യാപ്പ് വന്നതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. yarn over the hook. ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയിനിൽ കൂടെ ഇൻസെർട്ട് ചെയ്തിട്ട് ഞാൻ വലിച്ച് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും സെയിം സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2. ഈ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഓരോരോ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഓരോരോ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്ത് ഈ എൻഡ് വരെ റൗണ്ടിൻ്റെ എൻഡ് വരെ ചെയ്യാം. നമുക്കിവിടെ വെച്ച് കാണാം. എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലും കൂടി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ടും ക്ലോസ് ചെയ്യണം. ഇനി തേർഡ് റൗണ്ടിൽ വേണ്ടി ചെയ്യാനായിട്ട് 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഓരോ ചെയിനിലും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് സെയിം സ്റ്റിച്ചിൽ തന്നെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ ടോട്ടൽ 30 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ടോട്ടൽ 30 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ 30 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമുക്കിങ്ങനെ ചെയ്തിട്ട് എൻഡ് വരെ ചെയ്തിട്ട് കാണാം. ലാസ്റ്റ് ഇനിയൊരു സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ടോട്ടൽ ഈ തേർഡ് റൗണ്ടിൽ ടോട്ടൽ നമുക്ക് 30 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. പിന്നെ തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്യണം. ഈ നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ഓരോരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റിലും ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വേണം ചെയ്യേണ്ടത്. ഇനി 11 റൗണ്ട് വരെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. ഇത് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ടിലും ഫുള്ളായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 4 to 11 റൗണ്ട് വരെ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. ഓരോരോ സ്റ്റിച്ചിലും ഓരോരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 11th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 11th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് 11th റൗണ്ട് 11നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാം.
ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. 12th റൗണ്ടിൽ ഹീൽ പാർട്ട് ഉണ്ടല്ലോ, ഹീൽ പാർട്ടിൽ സ്റ്റിച്ച് ഇടാനാണ് പോകുന്നത്. അതിന് ആദ്യം 2 ചെയിൻ 2 1 2 2 ചെയിൻ ഇടുക. എന്നിട്ട് 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 15ലാണ് സ്റ്റാർട്ട് ചെയ്തത്, 15 സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഹീലിൻ്റെ പാർട്ടിലും 15 ഹാഫ് ഡബിൾ ക്രോഷ്യ ഇടണം. 1 2 3 4 5 14 15. അപ്പോൾ 15 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹീൽ പാർട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ 15. അപ്പോൾ 12th റൗണ്ട് 12ൽ 15 ഹാഫ് ഡബിൾ ക്രോഷ്യ. എന്നിട്ട് റൗണ്ട് 13 ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഹീൽ പാർട്ട് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തിനി നമ്മൾ റൗണ്ട് 13 ചെയ്യാൻ പോവുകയാണ്. റൗണ്ട് 13 ചെയ്യാനായിട്ട് ചെയിൻ 2 ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ഇതിൽ 15 സ്റ്റിച്ചിനെ നമ്മൾ 7 സ്റ്റിച്ചായിട്ട് കുറയ്ക്കാൻ പോവുകയാണ്, ഡിഗ്രീസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ചസിനെ ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ആദ്യത്തെ ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് യാണിനെ ഡ്രാഗ് ചെയ്തെടുത്ത് ഹോൾഡ് ചെയ്യാം. ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യുക, ക്ലോസ് ചെയ്യാൻ പാടില്ല. ക്ലോസ് ചെയ്യാതെ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ദ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് യാണിനെ ഡ്രാഗ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 4 5 ലൂപ്സ് ഉണ്ട്. ഈ 5 ലൂപ്സിനെ ക്ലോസ് ചെയ്യണം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി വലിച്ച് ക്ലോസ് ചെയ്യും. ഒറ്റ ലൂപ്പായിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ 2 സ്റ്റിച്ചിന് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് മാറ്റി. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ. വീണ്ടും ഈ 2 സ്റ്റിച്ചിനെയും ഡിഗ്രീസ് ചെയ്യണം. അതിനെ ഇങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് 2 സ്റ്റിച്ച് ഈ 2 സ്റ്റിച്ചിനെയും ഡിഗ്രീസ് ചെയ്യണം. വീണ്ടും ഈ 2 സ്റ്റിച്ചിനെ ഡിഗ്രീസ് ചെയ്യണം. നെക്സ്റ്റ് 2 സ്റ്റിച്ചിനെ ഡിഗ്രീസ് ചെയ്യണം. ലാസ്റ്റ് 3 സ്റ്റിച്ചസ് ഉണ്ട്. ഈ 3 സ്റ്റിച്ചിനെയും ഒരുമിച്ച് അങ്ങ് ഡിഗ്രീസ് ചെയ്താൽ മതി. ലാസ്റ്റ് 3 സ്റ്റിച്ചസിനെയും ഡിഗ്രീസ് ചെയ്യും. കണ്ടോ? അപ്പോൾ 1 2 3 4 5 6 7. അപ്പോൾ 7 സ്റ്റിച്ചസ്, 15 സ്റ്റിച്ചസിനെ 7 സ്റ്റിച്ചസ് ആയിട്ട് ഡിഗ്രീസ് ചെയ്തു. ഇനി വീണ്ടും റോ 14 ചെയ്യാനായിട്ട് ചെയിൻ 2 ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് വീണ്ടും 2 ടുഗദർ 2 സ്റ്റിച്ചസിനെ, ഈ 7 സ്റ്റിച്ചസിനെ 4 സ്റ്റിച്ചസ് ആയിട്ട് കുറയ്ക്കണം. വീണ്ടും ഡിഗ്രീസ് ചെയ്യണം. ഈ 2 സ്റ്റിച്ചിനെയും ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഈ 2 സ്റ്റിച്ചിനെയും ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഈ 2 സ്റ്റിച്ച്
ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ടാൽ മതി കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ടാൽ ഇപ്പോൾ ടോട്ടൽ 1 2 3 4 സ്റ്റിച്ചസ് ഉണ്ട് കണ്ടോ. 2 3 4. ഇനി നെക്സ്റ്റ് റൗണ്ട് റോ 15 ചെയിൻ 2 ടേൺ ചെയ്തിട്ട് ഈ 4 സ്റ്റിച്ചസിനെയും ഒരു സ്റ്റിച്ചാക്കി കുറയ്ക്കണം. എന്താ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ലൂപ്പിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കണം. എന്നിട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഹോൾഡ് ചെയ്യുക. വീണ്ടും വലിച്ചെടുക്കണം. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ എല്ലാ സ്റ്റിച്ചിനെയും ഇതിങ്ങനെ എല്ലാ ലൂപ്പിൻ്റെയും ലാസ്റ്റ് ലൂപ്പിനെയും ഹുക്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എല്ലാ സ്റ്റിച്ചസിൻ്റെയും ലാസ്റ്റ് ലൂപ്പിനെ ഹുക്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ക്ലോസ് ചെയ്യാൻ പാടില്ല, ലാസ്റ്റ് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റാം. ഓക്കെ, ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റി ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് ഇനി ഇവിടെ കട്ട് ചെയ്യണം. യാണിന് കട്ട് ചെയ്യുക. കുറച്ച് സ്ഥലം വിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനെ നല്ലപോലെ സെക്യൂർ ചെയ്യാം. ഇനി യാൺ നീഡിൽ യൂസ് ചെയ്ത് ഈ യാണിനെ സെക്യൂർ ചെയ്യാം. ഓക്കെ, യാൺ നീഡിൽ യൂസ് ചെയ്ത് ഈ യാണിനെ സെക്യൂർ ചെയ്യണം. ഹീൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഹീൽ പാർട്ട് കാണാനായിട്ട് ഹീലിൽ നിന്ന് മെഷർ ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോൾ 12 സെൻറ്റിമീറ്റർ വരണം. ഓക്കെ, ഇനി നമുക്ക് മുകളിലത്തെ പാർട്ട് ഹീല് കഴിഞ്ഞു. ഇനി വീണ്ടും റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത് റൗണ്ട് 16 വേണ്ടിയിട്ട് ആദ്യം ഒരു കോർണറിൽ ഈ സൈഡിൽ യാണ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. എടുത്ത് യാണിനെ വലിച്ച് ഒരു നോട്ട് ഇടണം. യാണിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുവാണ്, ഒരു കോർണറിൽ അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 2 ഇടണം. ചെയിൻ 2 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ ഈ ഹീൽ പാർട്ടിൽ നിന്ന് ഒരു കോർണറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഈ സ്റ്റാർട്ട് ചെയ്ത പാർട്ടിൽ നിന്ന് നെക്സ്റ്റ് കോർണർ വരയ്ക്കും, അതായത് നെക്സ്റ്റ് ഹീൽ പാർട്ടിന്റെ നെക്സ്റ്റ് കോർണർ വരയ്ക്കും നമ്മൾ 15 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓരോരോ സ്റ്റിച്ചിലും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പൊ ഹീൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 15 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹീൽ സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ചസ് വരുന്നില്ല, ഇവിടെയും 15 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ടോട്ടലായിട്ട് 16th റൗണ്ടിൽ 30 ഹാഫ് ഡബിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ചെയിൻ 2 ഇട്ടിട്ട് ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ആ ടെയിൽ സൈഡ് ഉണ്ടല്ലോ, അതിനെയും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ സെക്യൂർ ആയിരുന്നോളും. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ 2, സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഞാൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 3, ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. 4, ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്താൽ മതിയാകും. 5,
5, 6, 7 വരുമ്പോൾ അവിടെ ഫസ്റ്റ് കോർണർ ആണ് വരുന്നത് കേട്ടോ. ആ കോർണർ ആയതുകൊണ്ട് സെയിം സ്റ്റിച്ചിൽ വീണ്ടും ഞാനൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ് 8. അപ്പോൾ 7ഉം 8ഉം സെയിം സ്റ്റിച്ചിലാണ് ചെയ്തിട്ടുള്ളത്. 9, 10, നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് സ്റ്റിച്ചസ് ചെയ്താൽ മതിയാകും. പക്ഷെ നമുക്ക് 15 സ്റ്റിച്ചസ് വരണം. അത് ഗ്യാപ്പിനനുസരിച്ച് സ്റ്റിച്ചസ് ഒക്കെ നോക്കി ചെയ്താൽ മതിയാകും കേട്ടോ. 11, 12 വന്ന് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ആണ് ചെയ്യുന്നത്. ചില സ്റ്റിച്ചസ് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാപ്പ് വന്ന് കുറച്ച് ഫില്ലാകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 13, 14, നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 15th ആണ്. 15th സ്റ്റിച്ച് 3 സ്റ്റിച്ചസ് ചേർത്താണ് ചെയ്യുന്നത്. അത് കോർണർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 15 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇതുവരേക്ക് 15 ഹാഫ് ഡബിൾ ക്രോഷ്യ. 1, 2, 3, 4, 5, 6, 13, 14, 15. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. റൗണ്ടിനെ ക്ലോസ് ചെയ്യും. ഇനി 17th റൗണ്ടാണ്. 17th റൗണ്ടിൽ ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് 30 ഹാഫ് ഡബിൾ ക്രോഷ്യ ടോട്ടലായിട്ട് ഉണ്ടാവും. ഓരോരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഈ ഹോൾ റൗണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഹാഫ് ഡബിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 17th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ റീച്ച് ആയിട്ടുണ്ട്. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇടുക. റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് റൗണ്ടിനെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ 17th റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 18th റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2, സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ഇതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഓരോരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. റൗണ്ട് 22 വരെ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. റൗണ്ട് 22 വരെ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഓരോരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. റൗണ്ട് 22 വരെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റൗണ്ട് 22ൽ കാണാം. നമുക്ക്
റൗണ്ട് 22ൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രൂഷ്യ ഇടുക. ഹാഫ് ഡബിൾ ക്രൂഷ്യ ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് 22ൻ്റെ ക്ലോസ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ട് 23rd റൗണ്ട് 23rd ഞാൻ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രൂഷ്യ, ഒരു ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രൂഷ്യ, ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ്. അപ്പോൾ ചെയിൻ 1 ആണ് ഇടുന്നത്. ചെയിൻ 1 ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. സെക്കൻഡ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ്. നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്. നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്. അപ്പോൾ റൗണ്ട് 23rd ഈ ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഈ സ്റ്റിച്ചാണ് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ കാണാം. ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇതാണ് ലാസ്റ്റ് സ്റ്റിച്ച്. ഇത് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തിട്ട് ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. അടുത്ത് നെക്സ്റ്റ് 24th റൗണ്ടിലും ചെയിൻ 1 ഇട്ടിട്ട് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്ത സ്ഥലത്ത് ഫ്രണ്ട് പോസ്റ്റ് ഇടുക. ബാക്ക് പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബാക്ക് പോസ്റ്റ് ഇടുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ആണ്, അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ഇടുക. സെക്കൻഡ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ആണ്, അപ്പോൾ ബാക്ക് പോസ്റ്റ് ഇടുക. നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്. നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്. അപ്പോൾ ഈ സ്റ്റിച്ച് തന്നെ ഈ റൗണ്ടിലും കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്തിട്ട് 25, 26 2 റോ കൂടി ചെയ്യണം. സെയിം സ്റ്റിച്ചിൽ 2 റോ കൂടി ചെയ്യണം. ടോട്ടൽ 30 സ്റ്റിച്ചസ് വരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് 24 ആണ്. 24 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24, 25, 26 3 റോയിലും ഈ സ്റ്റിച്ച് വേണം ഇടാനായിട്ട്. ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ്. അപ്പോൾ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. 26th റോയിൽ കാണും. 26th റോയുടെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. 2 സ്റ്റിച്ചസ് കൂടി ചെയ്യണം. ഒരു ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ്. ലാസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 26th റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് റൗണ്ടിനെ ക്ലോസ് ചെയ്യുക. സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുക. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് പുറത്തെടുക്കുക. ഇതിന് വലിച്ച് ടൈറ്റ് ചെയ്യണം. ഞാൻ സെക്യൂർ ചെയ്യാൻ വേണ്ടി ടൈറ്റ് ചെയ്യും. കണ്ടല്ലോ, സോക്സ് 6 to 12 months ബേബി സോക്സ്. ഇത് ഈ യാൺ നീഡിൽ യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യണം. യാൺ നീഡിൽ യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യണം. അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി.
6 to 12 months ബേബി സോക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബേബി സോക്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സോക്സ് ആണ്. ഞാൻ മീഡിയം സൈസ് യാൺ യൂസ് ചെയ്താണ് ഈ സോക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സോക്സിൻ്റെ തിക്നെസ്സിന് കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് യാൺ യൂസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. സെയിം പാറ്റേൺ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഹുക്ക് സൈസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. യാണിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഹുക്ക് സൈസും ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നോക്കേണ്ടത് സോക്സിൻ്റെ ലെങ്ത് മാത്രം നോക്കിയാൽ മതി. ഹോൾ ലെങ്ത്, സോക്സിൻ്റെ ഫുൾ ലെങ്ത് വന്ന് 18 സെൻറ്റിമീറ്ററും ഫൂട്ട് ടു ഹീൽ വരെ 12 സെൻറ്റിമീറ്ററും ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ വീഡിയോ ഞാൻ 2 വർഷം മുൻപാണ് എടുത്തത്. 2 വർഷം മുൻപാണ് ഞാൻ വോയിസ് ഓവർ വീഡിയോ ചെയ്തു തുടങ്ങിയത്. ആ ടൈമിലായിരുന്നു ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നത്. ആ ടൈമിൽ എനിക്ക് ബേബി ഗാർമെൻറ്റ്സിൻ്റെ ഒരുപാട് ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ട് മാറ്റി വച്ചിരിക്കുകയായിരുന്നു പിന്നെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ അതങ്ങനെ മറന്നുപോയി. ഇപ്പോൾ ഞാൻ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ കരുതി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും 2 വർഷം മുൻപേ ഞാൻ എങ്ങനെയാണ് ട്യൂട്ടോറിയൽ ചെയ്തതെന്നും ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ട്യൂട്ടോറിയൽ ചെയ്യുന്നതെന്നും മനസ്സിലാകും. എനിക്ക് തന്നെ ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. 2 years മുമ്പ് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ട്യൂട്ടോറിയൽ എടുത്തിട്ടിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായത്. ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ രീതിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഈ ഹോൾ വീഡിയോയും എനിക്ക് വോയിസ് ഓവർ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് ഇൻട്രോയും ഔട്ട്രോയും മാത്രമാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ കൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.